നിനക്കനുസരണ തീരെയില്ല. പ്ലീസ് ഒന്ന് താഴെ ഇറക്ക്. ഇറക്കാലോ. എന്നെ കാണിക്കാൻ എങ്ങോട്ടേ കൊണ്ടുവന്ന് ഇറക്കാൻ പറഞ്ഞില്ല ഞാൻ. ഇതായിരുന്നു ഒത്തയ നിന്റെ പ്ലാൻ? ഇത്ര സിമ്പിളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റുമെന്ന് കരുതിയോ നീ? എത്ര കൊലക്കൊമ്പന്മാരായിട്ട് ഡീൽ ചെയ്യുന്നവനാ ഞാൻ, അതും ഒരേ സമയം. അപ്പോഴാണോ എൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിക്കാൻ പാകത്തിന് മാത്രമുള്ള വെറും പൂച്ചക്കുഞ്ഞു പോലെയുള്ള നീ എൻ്റെ സ്പീഡിൻ്റെ 10ൽ ഒരംശം പോലും ഇല്ല ബേബി ബെയർ. നീ ഓടി എങ്ങോട്ടാ പോകുന്നേ? ഞാനൊന്ന് വിചാരിച്ച ഈ വോൾ സിറ്റി എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും ഒറ്റ രാത്രി കൊണ്ട്. എന്നെയാണോ നീ പറ്റിക്കാൻ നോക്കുന്നേ? നീ ശ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ ആഴം പോലും എനിക്കറിയാൻ തയ്യാ. നിൻ്റെ നോട്ടം, മുഖത്ത് മിന്നിമറിയുന്ന ഓരോ മുഖഭാവങ്ങൾ, നിൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ തയ്യാ. സർ പറഞ്ഞിരുന്നു നാം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലോങ് ഡ്രസ്സുകളാണ്. സോ ഇതാണ് നാം ഇന്ന് ലോങ് ഡ്രസ്സുകളുടെ കളക്ഷൻ. അതൊക്കെ എങ്ങനെ എന്നാലോചിച്ച് നീ ഒരുപാട് തല പോയിക്കാൻ നിൽക്കണ്ട. യു റിമെമ്പർ ഓൺലി വൺ തിങ്, നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഫോർ യു JJK, മൈ കിറ്റൻ. ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പോലെ നീ തിരിച്ചും അതേ അളവിൽ എന്നെ സ്നേഹിക്കണമെന്നോ ശ്രദ്ധിക്കണമെന്നോ ഞാൻ പറയില്ല. ബട്ട് ഒരു കാര്യം, അത് മാത്രം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ, എന്നെ ഇന്ന് ഓടിപ്പോയില്ലേ പ്ലീസ്. നിന്നെ എനിക്ക് ദിവസം ഒന്ന് കണ്ടാൽ മാത്രം മതി തയ്യ, വേറെ ഒന്നും വേണ്ട എനിക്ക്. അതെന്താ നിനക്ക് മനസ്സിലാവാതെ? എനിക്ക് ഇപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ബേബി ബെയർ. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 10 പേരെ നിന്റെ കൺമുന്നിലിട്ട് കുത്തിക്കൊല്ലാനുള്ള ദേഷ്യം. നീയല്ലേ എന്നെ ദേഷ്യം പിടിപ്പിച്ചേ? നീ തന്നെ ഒരു 10 പേരെ കാണിച്ചാ ഞാൻ അവരെ കുത്തിക്കൊന്ന് എൻ്റെ ദേഷ്യം ഒന്ന് തീർക്കട്ടെ. കാണിച്ചാ തയ്യാ? അയ്യോ പ്ലീസ് ഇങ്ങനെ പറയല്ലേ. ഞാൻ ചെയ്തത് തെറ്റാ, എന്നോട് ക്ഷമിക്കും പ്ലീസ്. ഞാൻ കാരണം ആരെയും ഉപദ്രവിക്കല്ലേ പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. ഞാൻ എന്ത് പറഞ്ഞാൽ അനുസരിച്ചോളാം. ഞാൻ ഓടിപ്പോയില്ല, സത്യം. ഈ സത്യം തന്നെയല്ലേ നീ രാവിലെയും പറഞ്ഞത് തയ്യാ? അത് ഞാൻ നിന്റെ ഈ പേടിയുള്ള മുഖവും സംസാരം ഒക്കെ എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയോ തയ്യാ? അത് ഞാനൊരു സാഡിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല. എന്തോ എനിക്ക് നിന്റെ ഈ സൈഡിനോട് വല്ലാത്തൊരു അട്രാക്ഷനാ. പ്ലീസ് ഞാൻ കാരണം ആരെയും ഉപദ്രവിക്കല്ലേ. ഞാനല്ലേ ഓടിപ്പോയത്, അതിന് നിരപരാധികളെ എന്തിനെ കൊല്ലുന്നേ? എൻ്റെ പേരിൽ ആരെയും വേദനിപ്പിക്കല്ലേ. എന്നെ കൊല്ലില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ദേഷ്യം മാറാനായിട്ട് എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് ഇങ്ങനൊന്നും പെരുമാറല്ലേ. ആഹാ, അപ്പോ ഈ കുഞ്ഞു തലയിൽ ബുദ്ധിയൊക്കെ ഉണ്ട് അല്ലേ? നീയേ ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. എൻ്റെ ദേഷ്യം ഞാൻ എൻ്റെ വഴിക്ക് നിന്റെ അടുത്ത് തീർത്തോളാം. എങ്ങനെ? എന്തിനാ കിടന്നിങ്ങനെ വിറയ്ക്കുന്നേ? എങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം.
വിട്. ഇപ്പം ഞാൻ ഇത്രയും ചെയ്തുള്ളൂ. ഇനിയും ഓടിപ്പോവാൻ നോക്കിയാൽ നീ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നതാ. ഒരുപാട്. നീ എന്നെ വെറുത്താലും ഞാൻ ചിലതൊക്കെ ചെയ്യും. എന്നെ കൊണ്ട് എൻ്റെ കുഞ്ഞ് വേണ്ടാത്തൊന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. എന്ത് പറ്റി ബേബി പേർ? എന്താ മുഖത്തേക്ക് നോക്കാതെ? ഒന്നുമില്ല. ഒന്നുമില്ല. ആ, ഒന്നുമില്ല. I know you are blushing there. And ഈ സൈറ്റ് എനിക്ക് തരുന്ന ഹാപ്പിനെസ് അതെത്രയെന്ന് നിനക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്തോ മാജിക്കൽ പവർ ഉണ്ട് ദയ. സാധാരണ എനിക്ക് ദേഷ്യം വന്നാൽ ഇങ്ങനെ ഒരിക്കലും പെട്ടെന്ന് പോവാറേയില്ല. എൻ്റെ അടുത്ത് ഈ ഒരു ചെറിയ കാര്യം ചെയ്തപ്പോഴേക്കും ആ ദേഷ്യം it disappeared like it never existed. അതിപ്പോ I don't know. I'm extremely happy ദയ. നീ എങ്ങനെയാ ഇത് ചെയ്യുന്നത്? How? എനിക്കറിയില്ല. എന്തായാലും ഇന്നൊന്നും നടക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വീട്ടിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്ലേറ്റ് കൊണ്ടാക്കി തരാം. ചെല്ല്. അതെ. എന്തോ? അപ്പോ നിങ്ങൾ വരുന്നില്ലേ? എന്തേ ഞാൻ നിന്റെ അടുത്തുനിന്ന് പോകുന്നത് നിനക്കിഷ്ടമല്ലേ ദയ? എന്നെ ഇഷ്ടമായി തുടങ്ങിയോ നിനക്ക്? അതാണോ ചോദിക്കുന്നത്? അങ്ങനൊന്നുമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചോന്നുള്ളൂ. ശരി. ഗുഡ് നൈറ്റ് ബേബി ബെയർ. ഫുഡ് കഴിച്ചിട്ടേ ഉറങ്ങാവൂ. സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. നീ ഇപ്പോ എന്നെ വിഷ് ചെയ്തോ ദയ? അത് ഞാൻ എന്നെ വിഷ് ചെയ്തപ്പോൾ ചുമ്മാ അങ്ങോട്ട് തിരിച്ച് വിഷ് ചെയ്തെന്നുള്ളൂ. ആയിക്കോട്ടെ. ബൈ. ബ്ലേഡ്, സന, തേനെ സേഫായിട്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. അറിയാലോ, ഷീ ഈസ് പ്രഷ്യസ് ടു മീ മോർ ദാൻ എനിത്തിങ് ഇൻ ദ വേൾഡ്. അവളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അനുസരണയില്ലാത്ത കിറ്റന. കണ്ണ് തെറ്റിയാ അപ്പം ഓടിക്കളയും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഷീ ഈസ് പ്രഷ്യസ് ടു മീ എന്ന്. നിങ്ങളുടെ ആരുടെയെങ്കിലും അശ്രദ്ധ കാരണം അവൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് ഞാൻ അറിഞ്ഞ എല്ലാത്തിൻ്റെ കഴുത്ത് ഞാൻ അറുക്കും കേട്ടോ. യെസ് ബോസ്, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ശരി. ഓ, എന്താ അവസ്ഥയാണ്? ഇത്രയും നാൾ അങ്ങോരെ പേടിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. ഇപ്പം ആ പെണ്ണ് ചാടിപ്പോകുന്ന ഓർത്ത് പേടിച്ച് ജീവിക്കണം. അങ്ങോർക്കാണെങ്കിൽ ആ പെണ്ണെന്ന് പറഞ്ഞ മുഴു ഭ്രാന്തും. ഇച്ചാതി ഭ്രാന്തിൻ്റെ പൊന്നേ. മതി നിന്റെ മോണാക്ട്. ഇങ്ങ് വന്നേനി. ആ പെങ്കൊച്ചങ്ങാൻ ഓടിപ്പോയ പിന്നെ കോഴീനെ അറക്കുന്ന പോലെ അറക്കും അങ്ങോര്. കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാ. ഇങ്ങ് വന്നേനി. I'm so happy today. എൻ്റെ ബേബി വേറെ എന്നോട് എവിടെ പോവാന്ന് ചോദിച്ചു. എന്നെ വിഷ് ചെയ്തു. I'm so happy. എന്നാലും അയാളെന്നെ ഓർക്കുമ്പോ തന്നെ എന്തോ പോലെ. ആദ്യമായിട്ട് ഒരാൾ എന്നോട് ഇങ്ങനെയൊക്കെ. എന്നിട്ടും ഞാനെന്താ തിരിച്ചൊന്നും പറയാഞ്ഞേ? എനിക്കെന്താ പറ്റി? ഓർക്കുമ്പോ തന്നെ അയ്യേ. Hey, bearer, bill. Yes, sir. എന്നാ ഇത് വെച്ചോ. What's this, sir? Tip. Because I'm happy, so just keep it.
നോ സർ, ഇറ്റ്സ് ടു മച്ച്. ഏയ്, എൻ്റെ തേയല്ലാതെ വേറെ ആരും റിജക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചാവണോ നിനക്ക്? വേണ്ട സർ, ഞാൻ എടുത്തോളാം. താങ്ക് യു സോ മച്ച്. എടാ നോക്കിയേ നീ. എവിടെ നിന്നാണ് നിനക്ക് ഇത്രയും പൈസ? നീ ആരുടെയെങ്കിലും പേഴ്സ് മോഷ്ടിച്ചോ? പോടാ അവിടെ നിന്ന്. ഇതെനിക്കൊരു സാർ ടിപ്പ് വന്നതാ. ടിപ്പോ? ഇത്രയും പൈസയോ? ആരടാ? ദേ ആ സാറാ തന്നെ. അങ്ങോരോ? ഡാ നീ എന്തിനാ വാങ്ങാൻ പോയേ? വാങ്ങിയില്ലെങ്കിൽ ചാവണോന്ന് ചോദിച്ചു, അതുകൊണ്ടാ ഞാൻ വാങ്ങിയേ. എന്താടാ? എടാ അത് ആരാന്നറിയോ നിനക്ക്? ഇല്ല, ആരാടാ? എടാ നീ അധോലോക രാജാവ് ജെ.ജെ.കെ പറ്റി കേട്ടിട്ടില്ലേ? അതാണ് ആ ഇരിക്കുന്ന ഐറ്റം. അമ്മേ, അതാണോ അത്? ആടാ, കിട്ടിയത് വാങ്ങിച്ച് കൈ പിടിച്ചല്ലോ. അത് മതി, ഇനി ആ പരിസരത്തേക്ക് പോവാൻ നിൽക്കണ്ട. അങ്ങോട്ട് മൂഡ് ശരിയില്ലെങ്കിൽ ആരെങ്കിലും സ്ഥിരം വെടിവെച്ചിടുന്ന ഏർപ്പാടുണ്ട് ഇവിടെ. വെടിവെച്ചിടേ? ആടാ, കഴിഞ്ഞ ആഴ്ച കൊടുത്തന്നെ വെടിവെച്ച് കൊന്നു. അവന്റെ വേക്കൻസിയുടെ നീ കയറിയിരിക്കുന്നത്. വാട്ട്? Hey, Daddy. What do you want? Nothing, Daddy. I just want to make you happy. Hey, don't touch me. Oh, come on, Daddy. It's going to be fun. എനിക്ക് ടിപ്പ് തന്നിട്ടുണ്ട്. I just want you. Fuck off, bitch. But why, Daddy? Everyone in this club is going crazy for me. But I only want you. Come on, just for one time, please. നിനക്കപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലടി. No, Daddy. Fine. ആ പറഞ്ഞ് നാവകത്തിക്കിട്ടില്ല. വാ ശവം കോരാ. പോടാ, ഞാനൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ സ്ഥിരവാ. നീങ്ങ വന്നേ. എടാ, അപ്പൊ പോലീസൊന്നും വന്ന് അന്വേഷിക്കില്ലേ? പോലീസോ? ഏത് പോലീസ്? എവിടത്തെ പോലീസ്? എടാ, നീ ആ പെണ്ണിനെ വെടിവെച്ചിട്ടപ്പോൾ ചുറ്റുള്ളവരുടെ റിയാക്ഷൻ ശ്രദ്ധിച്ചായിരുന്നോ? ഒരൊറ്റ എണ്ണം തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താ? ഇതിവിടെ സ്ഥിരവാ. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് അയാളെ പറ്റി അറിയോ? അറിയാം, പക്ഷെ ഒരുത്തനും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ ചോദ്യം ചെയ്യാനോ പോവില്ല. കാരണം അതിനുള്ള ധൈര്യം ആർക്കുമില്ല. അതാണ് ആ മനുഷ്യൻ്റെ പവർ. ഒരു പട്ടിയും ഇവിടെ ചോദിച്ചു വരില്ല. നീങ്ങ് വന്നേ.